അപ്പോഴേ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിലാണ് കേട്ടോ. പഴയന്നൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ ഒരു 500-600 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 15 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് കിഴക്കോട്ട് മുഖമുള്ള, കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട്. പുതിയ വീടാണ്. വീട് പണിതതിന് ശേഷം ഇതിൽ താമസിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഏകദേശം ഈ വീട് പണി കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളം ആവും. കഷ്ടി ഒരു 2 വർഷത്തോളം ആവും. അയാളുടെ മകൾക്ക് വേണ്ടി വീട് പണിതതാണ്. പിന്നെ അവരുടെ ഹസ്ബൻഡ് അവർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഒരു മടി കൊണ്ട്, അതുകൊണ്ടാണ് ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില ഇതാണ്. നമ്മുടെ പഴയന്നൂർ ടൗൺ കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് പഴയന്നൂർ ടൗൺ. അപ്പോൾ ഈ ടൗണിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഒരു 2-2.5 കിലോമീറ്റർ ദൂരം. അതുപോലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ ഒരു 500-600 മീറ്റർ, ബസ് വന്ന് തിരിയുന്ന ഭാഗത്ത് നിന്ന് ഒരു 500-600 മീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്കിത് പഴയന്നൂരിൽ നിന്ന് ആലത്തൂർ റോഡിൽ വന്നിട്ട് അങ്ങനെ വരാം. അതല്ലെങ്കിൽ പഴയന്നൂരിൽ നിന്ന് തിരുവില്ലാമല റോഡിൽ വന്നിട്ട് അങ്ങനെയും വരാം. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് വീട്ടിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. അതായത് ടൗണിലേക്ക് നമുക്ക് ഏത് ഭാഗത്തു കൂടെയും വന്ന് എത്താനുള്ളൊരു സൗകര്യം ഈ വീടിൻ്റെ അവിടെ നിന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ച വില, ഈ 15 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള ഈ വീടിനെ അവർ ചോദിച്ചിരിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. 38 കേട്ടോ. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഒരു ഏകദേശം ഒരു 6-7 മാസം മുന്നൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 45 ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞത്. അന്ന് പറയുകയും ചെയ്തു ഞാനത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു 40 പറഞ്ഞ് വീഡിയോയിൽ ഇട്ടാൽ പോരെ എന്നുള്ളത് പറഞ്ഞപ്പോൾ അയ്യോ അത് മക്കൾ സമ്മതിക്കില്ല എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് അങ്ങനെ അന്ന് 45 ലക്ഷം രൂപ പറഞ്ഞത്. അത് 10 സെൻറ്റും വീടായിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം, 40 ലക്ഷം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിപ്പോഴാണെങ്കിൽ നമുക്കൊരു 11 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ 15 സെൻറ്റ് ഒന്നിച്ചെടുക്കുന്നവർക്ക് എന്താണെന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മുറ്റ സൗകര്യം കിട്ടും. അപ്പോൾ ഇതിന് 15 സെൻറ്റിനും ഈ വീടിനും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത് 38 ലക്ഷം രൂപ. 3 ബെഡ്റൂം ഉണ്ട്. അതിലൊന്ന് അറ്റാച്ച്ഡ്, പിന്നെ നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമാണ് ഇതിനകത്തുള്ളത്. നല്ല രീതിക്ക് പണി കഴിപ്പിച്ച വീട് തന്നെയാണ്. വീട് കച്ചവട ആവശ്യത്തിനായിട്ട് പണി കഴിച്ചതല്ല, അവർക്ക് താമസിക്കാൻ വേണ്ടി തന്നെ പണിതിട്ടുള്ളൊരു വീടാണ്. ഇപ്പോൾ ഈ വീട് ഏകദേശം വന്ന് നോക്കാതെയൊക്കെ ആയിട്ട് ഒരു 1-2 മാസമൊക്കെ ആയി. പുള്ളിക്കാരൻ എപ്പോഴേലും ഇച്ചിരി പ്രായമായ ആളാണ് ഈ ഇവരുടെ വീടിൻ്റെ ഉടമസ്ഥയുടെ അച്ഛൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ എപ്പോഴേലും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നല്ലാതെ ഇതിൽ താമസിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ വീടാണ്, വാസ്തുപ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് പേപ്പേഴ്സ് ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയറാണ്. അതൊക്കെ നമുക്ക് വന്ന് ഇതിൻ്റെ ഉടമസ്ഥനുമായി സംസാരിച്ച് താല്പര്യപ്പെടുമെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. വാസ്തുപ്രകാരം തന്നെ പണി കഴിപ്പിച്ചാണ്. അപ്പോൾ ഈ 3 ബെഡ്റൂമിലും നമുക്കിതിൻ്റെ വാൾ ഡോറൊക്കെ മരത്തിൻ്റെ അത് തന്നെയായിട്ടാണ് അതിൻ്റെ വാതിൽ ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വാൾ ഡോറിൻ്റെ അതായത് ഈ അലമാരിയുടെ ഡോറ് ഒക്കെ മരം തന്നെയാണ്, പ്ലൈവുഡോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അല്ല. അതുപോലെ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം കണ്ടോ. അതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മരങ്ങൾ മുറിച്ച് അതുകൊണ്ട് ചെയ്താണെന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുപോലെ മര ഉരുപ്പടികളൊക്കെ അല്ലെങ്കിൽ കട്ടില ജനലുകളൊക്കെ മരം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ കോമൺ ബാത്റൂമിൻ്റെ സൈഡിലൂടെയാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം, ആ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഒരു ഇൻറ്റീരിയറിലായിട്ട് ഡോറൊക്കെ വെച്ച് സൗകര്യം ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് അടുക്കള സൗകര്യം വരുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം കേട്ടോ. അടുക്കള സൗകര്യം ഇവിടെ വരുന്നുണ്ട്. അതിലും അത്യാവശ്യം ഇൻറ്റീരിയർ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ചത് ഈ 15 സെൻറ്റിനും ഈ വീടിനും കൂടെ ചോദിച്ചത് 38 ലക്ഷം രൂപയാണ്. അതിന് കുറയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹമായിട്ട് തന്നെ ഒന്നും സംസാരിക്കണം. അതൊന്നും കുറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. കാരണം അത് ഞാൻ പണ്ട് 45 ലക്ഷം രൂപ അവരെ പറഞ്ഞ് നമ്മളത് അങ്ങനെ ഒന്ന് വീഡിയോ ചെയ്തു തരുന്നുണ്ട്. അവിടെ ഒരു ആലുവ പുകയില്ലാത്തൊരു അടുപ്പൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഉപയോഗിച്ചിട്ടില്ല. ഇത് വീടിൻ്റെ പുറകുവശമാണ്. നമുക്ക് ഇത് നിലവിൽ ഇവിടെ നിന്ന് മണ്ണെടുത്ത് പോയിട്ട് അവിടെ വീട് പണിതതാണ്. ഒരു 2-3 അടി 4 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്തിട്ട് ഒരു മണ്ണ് തിട്ടായിരുന്നു. അവിടെ നിന്ന് മണ്ണ് ഒഴിവാക്കിയതിന് ശേഷം അവിടെ അടിത്തറ ഇട്ടിട്ട് വീട് പണിതാണ്. അതായത് ഫില്ലിംഗ് മണ്ണല്ല എന്നുള്ളത് സാരം. നമുക്ക് ഫില്ലിംഗ് മണ്ണിലൊക്കെയാണ് വീട് പണിയുമ്പോൾ
അതിന് കുറച്ച് കാലക്രമേണയൊക്കെ കഴിയുമ്പോൾ പൊട്ടലും അതൊക്കെ ഉണ്ടാവും ചുമരുകൾക്കൊക്കെ. അതൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ട്, ഇത് നമുക്ക് ആ സ്റ്റെയറിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ സ്ലൈഡിങ് ഡോറാണ് ഇതിലുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം വിളിക്കൂ. ഈ ചാനൽ മറക്കാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയാണ്. ഇവിടെ അടുത്തുള്ള നമുക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലം, അതുപോലെ ഷൊർണൂരൊക്കെയാണ്, പിന്നെ തൃശ്ശൂരൊക്കെയാണ്. തൃശ്ശൂർ ടൗണിൽ നിന്നൊക്കെ നമുക്ക് ഈ വീട്ടിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. അതുപോലെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ഒറ്റപ്പാലം, പിന്നെ ഒന്ന് ഷൊർണൂർ. അപ്പോൾ അത് ഈ ഒറ്റപ്പാലത്തു നിന്നാണെങ്കിലും ഒരു 10-17 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്കൊരു 1-2 മുറിയൊക്കെ വീടിൻ്റെ മുകൾ വശത്ത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല വീടാണ്, യാതൊരു തരത്തിലുള്ള കേടുപാടുള്ള, കാരണം 2 വർഷത്തെ പഴക്കം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നെതർലാൻഡ് പൈപ്പ് ലൈൻ കുടിവെള്ള പദ്ധതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റിനകം ഓൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ടാങ്കിൻ്റെ മുകളിലേക്ക് അത്രയും ഫോഴ്സിലാണ് വെള്ളം വരിക. അതൊക്കെ വന്ന് നിങ്ങൾക്ക് നേരിൽ തന്നെ കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ടാറിങ് റോഡ് സൈഡിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ കെട്ടണം. പിന്നെ മറ്റുള്ളത് ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, പുറകു വശം ഒരു സൈഡ് വശമൊക്കെ ഓൾറെഡി മണ്ണെടുത്തത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു അതിരുണ്ട്, കമ്പിവേലിയും അതിരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കെട്ടിയില്ലെങ്കിലും ഈ വശം നമുക്കിവിടെ കരിങ്കല്ല് കുറച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. ആ ഭാഗത്ത് ഒന്ന് നീളത്തിൽ ഈ 15 സെൻറ്റ് ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ അറ്റം വരയ്ക്കൊന്ന് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗാർഡൻ സെറ്റപ്പോ അല്ലെങ്കിൽ കുറച്ച് തെങ്ങോ മാവോ പ്ലാവോ ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഈ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഭാഗത്ത് അടിത്തറ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മതിൽ കെട്ടാനുള്ള അടിത്തറ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിന് മുകളിൽ ഒന്ന് ബെൽറ്റ് വാർത്ത് സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ട് മതിൽ കെട്ടേണ്ട ഒരു ആവശ്യകത അത്രേ വരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഈ നെതർലാൻഡ് കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈനിൻ്റെ കണക്ഷനാണ് ഇത് കേട്ടോ. ഇത് ജസ്റ്റ് സാധാ പൈപ്പ് ലൈൻ പോലെ നമുക്ക് ഒരു 1 ഇഞ്ച് പൈപ്പിൽ വീട്ടിലേക്ക് വെള്ളം വരുന്ന പോലെയല്ല, വലിയ ഓസാണ് ഇത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീടിൻ്റെ മുകളിലെ ടാങ്ക് ഫുള്ളാവും. ഇത് ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടാൻ മറ്റൊക്കെ ആയിട്ടൊരു അടിത്തറ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് JCB ഉപയോഗിച്ച് ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് കല്ലെടുത്ത് കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചുറ്റുഭാഗവും നമുക്ക് കമ്പിവേലിയുണ്ട്, അതിർത്തിയും കാര്യങ്ങളും കമ്പിവേലിയൊക്കെ ഉണ്ട്. അതുപോലെ ആരാധനാലയമായിട്ടുള്ള അമ്പലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. നടന്നു പോയി പ്രാർത്ഥിച്ച് വരാവുന്ന ദൂരം മാത്രമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പോൾ ഈ 38 ലക്ഷം രൂപയ്ക്ക് 15 സെൻറ്റും ഈ വീടിനും ചോദിച്ചതൊരു വലിയ വിലയല്ല. അത് നിങ്ങൾക്ക് വന്ന് കണ്ട് ഈ ഏരിയ ഒക്കെ ഒന്ന് കാണുമ്പോഴും അതുപോലെ ഈ വീടിൻ്റെ പണിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തേക്ക് വരുന്നൊരു പാസിങ് ഏരിയയാണ്. ഇവിടെ ഇതൊരു ടാർപോളിന് വലിച്ച് കെട്ടിയതാണ് കേട്ടോ. അത് ഈ വേലിയിൽ കെട്ടി വെച്ചതാണ്. അത് പൊട്ടി വീണപ്പോൾ താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നു എന്നാണ് പറഞ്ഞ് കണ്ടോ. ഇവിടെ വേറെ ഈ അടിത്തറ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ചുമരുകൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ല. അതുപോലെ വലിയ അത്യാഹിതം ആപത്തൊന്നും സംഭവിച്ചൊരു വീടല്ല. കാരണം ഈ 2 വർഷത്തോളമായിട്ട് താമസിക്കാണ്ട് കിടക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാം. അങ്ങനെയൊന്നുമില്ല. അതുപോലെ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു ഭാഗമല്ല. കുടിവെള്ളത്തിനാണെങ്കിൽ ഒരു തരത്തിലും ക്ഷാമമില്ല കണ്ടോ. ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ മുതൽ അങ്ങറ്റം വരെ ഞാൻ വീഡിയോയുടെ തുടക്കം വരയ്ക്കും നമുക്ക് ഇതിൻ്റെ ടാറിങ് റോഡ് ഫേസ് ചെയ്തിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു മതിൽ കെട്ടേണ്ട ഒരു പണി മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. വേണമെങ്കിൽ പിന്നെ കട്ട വിരിക്കുകയോ മുറ്റത്ത് കട്ട വിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഓപ്പൺ കിണർ വെള്ളം ആണ് ആഗ്രഹിക്കുന്നവർക്ക് അതാണെങ്കിലും ഇവിടെയൊക്കെ നിറയെ വെള്ളം കിട്ടുന്നൊരു ഭാഗമാണ് കേട്ടോ. അടുത്ത വീടുകളിലൊക്കെ കിണറൊക്കെ ഉണ്ട്. അപ്പോൾ കിണർ ഒഴിക്കാനുള്ള സ്ഥല സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ മാവും പ്ലാവും തെങ്ങോ കവുങ്ങോ ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള മുറ്റം സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഏരിയയിലാണ്. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗം കൂടിയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം വിളിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതാണ്.